ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. കൂടുതൽ നല്ല നല്ല ഫുഡ് റെസിപ്പീസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 3 സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സമ്മർ ഡ്രിങ്ക്സ് ആണ്. ഇത് എങ്ങനെയാ തയ്യാറാക്കണമെന്ന് കാണാം. ആദ്യം ഓറഞ്ച് ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത്. ഓറഞ്ച് പിഴിഞ്ഞ് നീരെടുത്ത് നന്നായിട്ട് അരിച്ചു വെക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 4-5 പുതിനയില ഇട്ടിട്ട് ഒരു തടി തവിയോ മറ്റോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ചിന്റെ സ്ലൈസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പീസ് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ആ നാരങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് ആ ജ്യൂസിലേക്ക് ഇറങ്ങും. അതിനുശേഷം ഐസ് ക്രഷ് ചെയ്തതാണിത്, അത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അത് ജ്യൂസിൽ അലിഞ്ഞു കിട്ടും. ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല പുതിനയുടെയും നാരങ്ങയുടെയും രുചിയും മണമൊക്കെ ഉള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് ആണിത്. അടുത്ത നമ്മൾ തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ വെച്ചുള്ള ഒരു ജ്യൂസാണ്. അതിനു വേണ്ടിയിട്ട് തണ്ണിമത്തൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഇതൊരു അരിപ്പിൽ കൂടെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 4-5 പുതിനയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 നാരങ്ങയുടെ ചെറിയ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഐസ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വാട്ടർമെലന്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ആ നാരങ്ങയുടെയും പുതിനയിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഈ ജ്യൂസിന് ഉണ്ടാവും. കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത്. ഇനി ഇതിലേക്ക് തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ആ ജ്യൂസ് കുടിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമാണ് കുടിക്കാനായിട്ട്. അടുത്ത നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൺസെറ്റ് മോക്ടെയിൽ എന്ന് പറയുന്ന ഡ്രിങ്ക് ആണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല പീച്ച് കളറിലായിരിക്കും ഈ ഡ്രിങ്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന് സൺസെറ്റ് മോക്ടെയിൽ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 4-5 പുതിനയില ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നാരങ്ങയുടെ പീസസ് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അതിന്റെ നീര് അതിലോട്ട് ഇറങ്ങണം. നാരങ്ങ പീസസും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ ആ തൊലിയിൽ നിന്ന് ആ കയ്പ് രസം ഈ ഡ്രിങ്കിലോട്ട് ഇറങ്ങും. അതുകൊണ്ട് ഈ നാരങ്ങയുടെ പീസസ് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ നാരങ്ങയുടെ ആ ഫ്ലേവറും കിട്ടും, എന്നാൽ കയ്പ് രസമൊന്നും ഉണ്ടാവത്തുമില്ല. നിങ്ങളുടെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഭാഗത്തോളം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ചെറിയൊരു പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞിരുന്നാൽ ചെറിയൊരു എരിവും കൂടെ കിട്ടും. അപ്പൊ അതൊരു രസമാണ് കുടിക്കാനായിട്ട്. നിങ്ങളുടെ തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാട്ടർമെലന്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്പൂണിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് ഒരുമിച്ച് മിക്സ് ആയി പോവില്ല. ആ 2 കളർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അല്ലാതെ വാട്ടർമെലന്റെ ജ്യൂസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഓറഞ്ച് ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയി പോവും. എന്നാലും നല്ല ആ പീച്ച് കളർ കിട്ടും. കണ്ട ആ ഡ്രിങ്കിൽ 2 ലെയർ കളറായിട്ട് ഓറഞ്ചും റെഡും കൂടെ വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതോടൊപ്പം ടേസ്റ്റും ഗംഭീരമാണ്. അങ്ങനെ നമ്മുടെ സൺസെറ്റ് മോക്ടെയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഈ 3 ഡ്രിങ്ക്സും വളരെ ടേസ്റ്റോടുകൂടി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തു. ഹാപ്പി കുക്കിംഗ്.